പമ്പ നിലയ്ക്കൽ സർവീസ് KSRTC ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലകാലം നാളെ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അയ്യപ്പ ഭക്തരെ ദുരിതത്തിലാക്കാനുള്ള പരിപാടികൾ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ആരംഭിച്ചിരിക്കുന്നു. അതായത് ഈ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് KSRTC ബസ്സിൽ പോകുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു ദുരിതമാണ്. കാരണം സ്വന്തമായി വാഹനത്തിലൊക്കെ കിലോമീറ്ററുകൾ ദൂരെ നിന്നും പമ്പ ലക്ഷ്യമാക്കി എത്തുന്ന ഭക്തരെയാണ് ഈ നിലയ്ക്കലിൽ തടയുന്നത്. അത് പമ്പയിൽ അടിസ്ഥാന സൗകര്യമില്ല എന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കുള്ള സർവീസ് ഇപ്പോൾ അടിയന്തരമായി നിർത്തിവെച്ചിരിക്കുന്നു. അയ്യപ്പ ഭക്തരുടെ എണ്ണം അല്ലെങ്കിൽ ഒഴുക്ക് ക്രമാതീതമായി ഉയർന്നു എന്നതിൻ്റെ ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു നടപടി KSRTCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗോകുൽ രമേശ് തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ നട തുറക്കുന്ന ആദ്യത്തെ ദിവസത്തിൽ തന്നെ അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുമെന്നുള്ളതിൻ്റെ സൂചനകളാണ് നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നുമൊക്കെ നൽകാനായിട്ട് സാധിക്കുന്നത്. രാവിലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തീർത്ഥാടകർ വന്ന് നിറയുകയാണ്. നിലയ്ക്കൽ KSRTC സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ധാരാളമായിട്ട് തീർത്ഥാടകർ ഇന്ന് പുലർച്ചെ മുതലും ഇന്നലെ രാത്രി മുതലും ഒക്കെ വന്ന് കാത്തു നിൽക്കുകയാണ്. ബസ് സർവീസ് ഇനിയും തുടങ്ങിയിട്ടില്ല. 11 മണിയോടുകൂടി മാത്രമേ ചെയിൻ സർവീസ് തുടങ്ങുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് രാവിലെ കുറച്ച് സർവീസുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പരമാവധി തീർത്ഥാടകർ പമ്പയിൽ എത്തിയിട്ടുണ്ട്. പമ്പ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നിലയ്ക്കലിൽ നിന്നും താൽക്കാലികമായിട്ട് സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളായിട്ട് ഇപ്പോൾ തീർത്ഥാടകർ ഇവിടെ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബസ്സുകളൊന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അധികം നേരത്തെ വന്ന 2 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അതിൽ നിറച്ച് തീർത്ഥാടകർ ഇരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ബസ്സൊക്കെ ഇനി 11 മണിക്ക് ശേഷം മാത്രമേ ഇവിടുന്ന് സർവീസ് ആരംഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് KSRTC അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇത് തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം നല്ല ശക്തമായിട്ടുള്ള വെയിലുണ്ട്. ആ വെയിലത്തൊക്കെ തീർത്ഥാടകർ, കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ കാത്തിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഈ വെയിലത്ത് ഇങ്ങനെ തീർത്ഥാടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ബസ് സർവീസുകൾ ഉടനെ ആരംഭിക്കില്ല എന്നുള്ളതാണ് അറിയുവാനായിട്ട് ഇപ്പോൾ KSRTC അധികൃതർ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. സമയം എவ்வளோ സമയം ஆயிடுச்சு இங்கே வெயிட் பண்ணிருக்கு? சாமி எவ்வளோ സമയം ஆயிடுச்சு வெயிட் பண்ணிருக்கு? 1 hour. 1 hour. എങ്ങേന്ന് പറ? ഹൈദരാബാദ്. ഹൈദരാബാദ്, അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നടക്കമുള്ള തീർത്ഥാടകരാണ് ഇത്തരത്തിൽ കാത്തിരിക്കുന്നത്. ഒപ്പം രാവിലെ പോയ സർവീസുകളെ പറ്റി പറയുകയാണെങ്കിൽ പതിവ് തെറ്റിക്കാതെ തന്നെ KSRTC തീർത്ഥാടകരെ കുത്തി നിറച്ചുകൊണ്ട് ആയിരുന്നു സർവീസുകൾ നടത്തിയത്. അതായത് നിലയ്ക്കൽ പമ്പ ഷട്ടിൽ സർവീസ്, അത് തീർത്ഥാടകരിൽ നിന്നും KSRTC ഈടാക്കുന്നത് ഇരട്ടിയിലധികം ചാർജാണ് എന്നുള്ള കാര്യമൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതേസമയം തന്നെയാണ് തീർത്ഥാടകർക്കൊന്ന് സമാധാനത്തോടു കൂടി ഇരുന്ന് യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം. കുത്തി നിറച്ച് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, നിറഞ്ഞ് నిల్కగేయాడు తీర్థాడగర్ 4 గంటలకు వచ్చాం పొద్దున 4 గంటల కానీ బస్సులు లేవు ఇక్కడ ఎవరో సమయం వేసి ఎప్పుడో వచ్చాను స్వామి అది కాన్నారు పెట్టారు పొద్దున్న 4 బస్సులు వదిలారు 4 బస్సులు వదిలితే వెళ్ళి మళ్ళీ ఆపేరు ఇప్పుడు దాకా మాకు ఏమీ లేదు. തീർത്ഥാടകർ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുകയാണ്. മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ബസ്സിനകത്ത് മണിക്കൂറുകളായി തന്നെ ഇരിക്കുന്ന തീർത്ഥാടകരാണ് ഇവരൊക്കെ. എന്തായാലും ഈ ആദ്യത്തെ ദിവസത്തിൽ തന്നെ ഇത്തരത്തിൽ KSRTCയുടെ ഭാഗത്തു നിന്നും ഈ സർവീസുകൾ കൃത്യമാകാത്തത് തീർത്ഥാടകരെ വലയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിലയ്ക്കൽ നിന്നും നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ അധിക ചാർജ് ഈടാക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഫെസിലിറ്റീസ് കൂടി ഒരുക്കാൻ വേണ്ടി KSRTC തയ്യാറാകണം. KSRTC സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് നിലയ്ക്കലേക്ക് കാണുന്നത്. തീർത്ഥാടകർക്കൊന്ന് എല്ലാവർക്കും ഒന്ന് കയറിയിരിക്കാൻ പറ്റുന്ന വിശ്രമ കേന്ദ്രം പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു ഷെഡ് പോലും, ഈ വെയിലൊന്നും കൊള്ളാതിരിക്കാൻ പറ്റുന്ന ഷെഡ് പോലും ഇല്ല. അപ്പുറത്ത് ജർമ്മൻ പന്തലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ബസ് കിട്ടാൻ വേണ്ടി തീർത്ഥാടകരൊക്കെ ഈ സ്റ്റാൻഡിൻ്റെ ഇവിടെയാണ് നിൽക്കേണ്ടത്. ഇവിടെ നിൽക്കുന്ന തീർത്ഥാടകരൊക്കെ ഈ വെയിലത്ത് തന്നെ ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തീർത്ഥാടകർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നിലയ്ക്കലിൽ നിന്നും നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും 11 മണിക്ക് ശേഷം സർവീസ് ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സർവീസുകളിലെല്ലാം തന്നെ അതീവ തിരക്ക് തീർത്ഥാടകരുടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിലും സമാനമായി തന്നെ വലിയ തിരക്കിലേക്ക് സന്നിധാനം പോകുമെന്ന് തന്നെയാണ് ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്.